കുമളിയിൽ മക്കൾ ഉപേക്ഷിച്ച് അവശനിലയിലായി മരണപ്പെട്ട അന്നക്കുട്ടിയുടെ മകളെ പഞ്ചായത്ത് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. കുമളി പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേനയെടുത്ത തീരുമാനത്തിലാണ് നടപടി. അതേസമയം കേരള ബാങ്ക് ജീവനക്കാരനായ മകനെതിരെയുള്ള പോലീസ് റിപ്പോർട്ട് ബാങ്ക് മേൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. മക്കൾ ഉപേക്ഷനെ തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തിച്ച ഗ്രഹനാഥ മരിച്ച സംഭവത്തിൽ മക്കളായ സജിമോൻ, സിജി എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മുതിർന്ന പൗരന്മാരുടെ പരിപാലനവും ക്ഷേമവും ഉറപ്പു നൽകുന്ന 2007 നിയമപ്രകാരമാണ് കേസ്. കുമളി ലക്ഷ്മീപേട് കോളനിയിലെ വാടക വീട്ടിൽ കഴിഞ്ഞ മൈലക്കൽ അന്നക്കുട്ടി മാത്യു കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് കഴിഞ്ഞ 20-നാണ് മരണമടഞ്ഞത്. അന്നക്കുട്ടിയുടെ സംസ്കാരത്തിന് കളക്ടർ അടക്കമുള്ളവരാണ് നേതൃത്വം നൽകിയതും. ഇതോടെയാണ് പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരിയായ സിജിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഐക്യകണ്ഠേനയായിരുന്നു തീരുമാനം. ഏകകണ്ഠമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കേണ്ട കാരണം എന്ന് പറയുന്നത്, വൃദ്ധരായ മാതാവിനെ സംരക്ഷിക്കാതെ വാടക വീട്ടിൽ കൊണ്ടുപോയി തള്ളുകയും അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കാത്തതും മറ്റ് സംരക്ഷണവും മരുന്നും ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അവർ അകാല മരണം അടയുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഇത്രയും ഗുരുതരമായ തെറ്റ് ചെയ്ത ആൾ എന്ന നിലയിൽ പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യുകയും ഇതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്കെല്ലാം തടസ്സം എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി ഏകണ്ഠമായി പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. സജിമോൻ കളക്ടർ ഏജന്റായി ജോലി ചെയ്യുന്ന കുമളി കേരള ബാങ്ക് പോലീസ് നൽകിയ റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് കൈമാറി. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ബാങ്ക് മാനേജറും പ്രതികരിച്ചു. അതേസമയം പോലീസ് കേസിൽ മക്കൾക്ക് കോടതിയിൽ വിചാരണയും നേരിടേണ്ടി വരുമെന്ന് അധികൃതർ പറഞ്ഞു. ഇടുക്കി വിഷൻ, കുമളി.